നമുക്കിന്ന് നല്ല അടിപൊളി ബ്ലൂബെറി പായസം ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് നമ്മളോട് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ് ഷെഫ് പിള്ളയുടെ പുതിയ റെസിപ്പി ആയിട്ടുള്ള ബ്ലൂബെറി പായസം ഒന്ന് ട്രൈ ചെയ്യാവുന്നു. എങ്കിൽ പിന്നെ അത് ചെയ്ത് നോക്കിയേക്കാന്ന് കരുതി നമ്മൾ ഇതാ കാട്ടിലേക്ക് വന്ന് ഫ്രഷ് ബ്ലൂബെറീസ് പിച്ചി എടുക്കുകയാണ്. ഇതാ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരൊറ്റ കോരിന് നമുക്ക് പായസത്തിനുള്ള ബ്ലൂബെറീസ് കിട്ടിയെങ്കിലും കുറച്ചധികം നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒട്ടും വൈകിക്കാതെ ഇതാ നമുക്ക് ബ്ലൂബെറി പായസം അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ പാല് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് ഇതാ നമ്മളിപ്പോൾ കാരാമലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ പാട കെട്ടാതെ ഇളക്കി കുറുക്കി മാറ്റി വെക്കണം. ദേ പായസത്തിൽ ചേർക്കാനുള്ള കാഷ്യൂനട്ട് പെറുക്കി തിന്നുന്ന അച്ഛനും മോളും. ഇനി ഒരു പാനിലേക്ക് ബട്ടറും നെയ്യും ആഡ് ചെയ്ത് അതിലേക്ക് ദാ നമ്മുടെ ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വെന്ത ശേഷം ഇറക്കി മാറ്റി വെക്കാം. പിന്നീട് മറ്റൊരു പാത്രത്തിൽ ദാ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റായി വന്ന ശേഷം ശർക്കര പാനി കുറേശ്ശെയായി അതിലേക്ക് ആഡ് ചെയ്ത് ഇനി മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്ലൂബെറി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കശുവണ്ടിയും ഉണക്കമുന്തിരിയും പിന്നെ ഈ റെസിപ്പിയിൽ ഇല്ലാത്തൊരു ഐറ്റമാണ് നമ്മുടെ ഉണക്ക ബ്ലൂബെറി. വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണേ. അതുകൂടി ഇങ്ങനെ നെയ്യിൽ വഴറ്റിയെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്ലൂബെറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പായസം, സൂപ്പർ. പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. ചെറു ചൂടോടെയും അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. താങ്ക്സ് ടു ഷെഫ് പിള്ള. ഇനി നമുക്ക് ഏവക്കൂട്ടന്റെ പായസം കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ടാണ് ഏവക്കൂട്ട പായസം? സൂപ്പറാ. അതെ, നല്ല സൂപ്പർ പായസമാണ് കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഇഷ്ടപ്പെടും.